ഭക്തിയുടെ നിറവിൽ ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായി. രാവിലെ 10:15 തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പണ്ടാര അടുപ്പിൽ പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. ഭക്തിനിർഭരമായ പൊങ്കാല ആശംസകൾ. ഇഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിയുമായ ആറ്റുകാലമ്മ കുടികൊള്ളുന്ന സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് ആനന്ദപുരിയാക്കുന്ന മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അസാംസ്കൃത മോഹങ്ങളും പ്രാപഞ്ചിക വേദനകളും പൊങ്കാല കലങ്ങളെ അർപ്പിച്ച് സർവമംഗളമംഗലിയായ ആറ്റുകാലമ്മയ്ക്ക് ഭക്തലക്ഷങ്ങൾ നിവേദിക്കുമ്പോൾ ദക്ഷിണ വൈകുണ്ഠം ശരണം വിളികളാൽ മറ്റൊരു ശബരിമലയാകും. ആറ്റുകാലമ്മേ ശരണം അമ്മ. ഇതാ പൊങ്കാല കലങ്ങളിൽ എല്ലാ ഭക്തജനങ്ങൾക്കും തീ കത്തിക്കാവുന്നതാണ്. അമ്മേ ശരണം. തുടർന്ന് ഭക്തർ ഒരുക്കിയ പൊങ്കാല അടുപ്പുകളിലും അഗ്നി പകർന്നു. ഉച്ചയ്ക്ക് 1:15 നിവേദ്യം. തുടർന്ന് രാത്രി 7:45 കുത്തിയോട്ടവും നടക്കും. കുരുതി തർപ്പണത്തോടെ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാകും. ഭക്തർക്ക് ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെ നൽകാൻ സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്. തലസ്ഥാന നഗരിയിലെങ്ങും ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളെയും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭക്തിനിർഭരമായ പൊങ്കാല. മുൻവർഷങ്ങളിൽ അനുഭവപ്പെട്ട തിരക്കിനേക്കാൾ കൂടുതലാണ് ഇത്തവണ തലസ്ഥാന നഗരിയിൽ അനുഭവപ്പെടുന്നത്. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ഹരിതചട്ടം പാലിച്ചാണ് പൊങ്കാല മഹോത്സവം സംഘടിപ്പിക്കുന്നത്. തലസ്ഥാനത്തെങ്ങും പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. റെസിഡന്റ് അസോസിയേഷന്റെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലും പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവർക്ക് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അരുണിമ ചേരുകയാണ്. അരുണിമ, പൊങ്കാലയുടെ ആദ്യഘട്ടം കഴിഞ്ഞെന്ന് തന്നെ പറയാം. പൊങ്കാലയടുപ്പിൽ തീ പകർന്നതോടുകൂടി തന്നെ ആദ്യഘട്ടം നടക്കുകയാണെന്ന് പറയാം. ഇനിയിപ്പോൾ എപ്പോഴായിരിക്കും നിവേദ്യം ഉണ്ടാവുക? എങ്ങനെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഒരു ഭക്തജന തിരക്കും മറ്റുമെല്ലാം? ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ്. പൊങ്കാല അടുപ്പിൽ നിന്നും ഭണ്ഡാര അടുപ്പിൽ നിന്നും തീ പകർന്നതിന് ശേഷം വലിയ ആവേശത്തിലാണ് എല്ലാവരും തന്നെ. ചിലരുടെ എല്ലാം പൊങ്കാലക്കലങ്ങൾ തിളച്ച് തൂവി തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പൊങ്കാല വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. സമാധാനപൂർണ്ണമായ ഒരു പൊങ്കാലയാണ്, പൊങ്കാല സമർപ്പണമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം തന്നെയുള്ള ചില ഈ മുന്നൊരുക്കങ്ങളൊക്കെ കൃത്യമായി ചെയ്തതിൻ്റെ ഫലമായി നമുക്കിപ്പോൾ കാണാം ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോവുകയും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും സഹകരണം ഉറപ്പാക്കുന്നതിലൂടെ കൃത്യമായ നടത്തിപ്പ് തന്നെയാണ് ഈ പൊങ്കാലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈമ.